അതായത് LDFിൻ്റെ പ്രതിനിധിയോടാണ് ചോദിക്കുകയാണെങ്കിൽ, അപ്പോൾ നിങ്ങൾ നമ്മളെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞത് വളരെ 100% ശരിയാണ്. 100-100 മാർക്ക് മൂപ്പർക്കുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ കഴിഞ്ഞ അച്യുതാനന്ദൻ്റെ ഭരണത്തിന് മുമ്പ്, അച്യുതാനന്ദൻ്റെ ഭരണം കഴിഞ്ഞതിന് ശേഷം നമ്മളെ ലോട്ടറിക്ക് 30 റുപ്യാണ് ഉമ്മൻചാണ്ടിയുടെ ഭരണത്തോടുകൂടി. ഉമ്മൻചാണ്ടിയും KM മാണിയും സാറിൻ്റെ, അപ്പോൾ അവരെ 30 റുപ്യേൻ്റെ ടിക്കറ്റ്, ലോട്ടറി ടിക്കറ്റ് 30 റുപ്യേൻ്റെ ടിക്കറ്റ് 40 50 പിന്നെ 10,000 കാരുണ്യ വിൽപ്പനയാണോ? ആ ലോട്ടറി വിൽപ്പന. അപ്പോൾ ഇതിങ്ങനെ പിന്നെ സകലം കുറ്റിനാശം വന്നിട്ട് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ ആരെങ്കിലും എടുക്കാൻ നോക്കുമ്പോൾ അവർ പറയുന്ന വാക്ക് വേറെ തരത്തിലാണ്. അതിപ്പോൾ ഞാൻ സഭയിൽ വെച്ച് പറയാൻ കഴിയില്ല. ഇപ്പോൾ UDFിൻ്റെ ഭരണം കേരളത്തിൽ എന്നാലേ ശരിയാവും. കാരണം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളൊന്നും ഇവിടെ നടക്കുന്നില്ല. ലോട്ടറി തൊഴിലാളിയാണ്. ലോട്ടറി തൊഴിലാളിയുടെ പ്രശ്നങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ലോട്ടറി ഇപ്പോൾ ആളുകൾ വാങ്ങാത്ത ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെ 30 രൂപയിൽ നിന്നും 50 രൂപയിലേക്ക് അത് മാറി. വലിയ പ്രതിസന്ധി ലോട്ടറി മേഖലയിലെ തൊഴിലാളികൾ വലിയ പ്രതിസന്ധി നേരിടുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ലോട്ടറി കഴിഞ്ഞ കാലത്തേക്കാൾ അധികം വിറ്റുപോകുന്നു എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ലോട്ടറി തൊഴിലാളി അദ്ദേഹം ഒരു രാഷ്ട്രീയ ലാക്കോടുകൂടി ചോദിച്ച ചോദ്യമാണ്. കണക്കുകൾ പരിശോധിച്ചാൽ ലോട്ടറി കഴിഞ്ഞ കാലത്തേക്കാൾ അധികം വിട്ടുപോകുന്നുണ്ട്, ചെലവാകുന്നുണ്ട്. അതിനനുസരിച്ചുള്ള കമ്മീഷൻ തൊഴിലാളികൾക്ക് ലഭ്യമാവുന്നും കൂടിയുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ അതാണ് മറുപടി പറയാനുള്ളത്. 500 കോടി ജനങ്ങൾ ലോട്ടറി വിൽക്കുന്ന ആൾ എന്നോട് പറയുന്നുണ്ട്, എല്ലാവരും ഇവരെ പുറത്താക്കിയിട്ട് മാത്രമേ നമ്മൾ ലോട്ടറി മേടിക്കുമെന്ന് പറയുന്നുണ്ട്. എല്ലാവരും പറയുന്നുണ്ട്. നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചേക്കോ, ആരെങ്കിലും ലോട്ടറി എടുക്കുന്നുണ്ടോ? 30 രൂപേൻ്റെ ടിക്കറ്റ് 40 പക്ഷേ ലോട്ടറി വിൽക്കുന്നതിൻ്റെ എണ്ണം അത് കോടികളാണ്. ഏത് കോടികളെന്ന് പറഞ്ഞാൽ ഇതാർക്കും കിട്ടണ്ടേ എന്തെങ്കിലും? നിങ്ങൾ ലോട്ടറി ഒരു കെട്ടെടുത്ത് നോക്ക്, 100 റുപ്യ ഉണ്ടെന്ന് നോക്ക്. എല്ലാവരും ചിലവാകുന്നുണ്ട്. അവർ 5 റുപ്യ 30 രൂപ 50 രൂപ കിട്ടുമെന്ന് വെച്ചിട്ട് ലോട്ടറി എടുക്കുന്നത്. ഒരാൾ വന്ന് ലോട്ടറി എടുക്കുമ്പോൾ ഒരു 500 രൂപ നമുക്ക്, ഒരു 50 രൂപ നമുക്ക്, 100 രൂപ നമുക്ക് കിട്ടും എന്ന ധാരണയിലാണ് എടുക്കുന്നത്. ഈ ചളി പോലത്തെ ഈ സർക്കാർ ഇതിനെ കുറ്റിനാശം മതി. ഇനിയിപ്പോൾ 35 കൊല്ലം ഭരിക്കുന്ന ത്രിപുര പോലെ ആയിക്കോട്ടെ, ത്രിപുരയിൽ അങ്ങനെ BJP വന്ന പോലെ ആയിക്കോട്ടെ. നിങ്ങളെ രാഷ്ട്രീയം കൃത്യമായി മനസ്സിലായി. നിങ്ങളാടിരിക്കും, നിങ്ങൾ കോൺഗ്രസ് ഓഫീസിൽ വന്നിട്ട് നിങ്ങൾ പറയണ്ട, നിങ്ങൾ കോൺഗ്രസ് ഓഫീസിൽ വന്ന് പറയണ്ട, നിങ്ങളാടിരിക്ക്. അതായത് മനോജേ, അല്ലല്ല, അതിൽ മറുപടി പറയണ്ടേ? ഈ കേരളത്തിനകത്ത് ലോട്ടറിയുടെ വിൽപ്പന വർദ്ധിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള കമ്മീഷനും ലോട്ടറി തൊഴിലാളികൾക്ക് ലഭ്യമാകുന്നുണ്ട്. ആർക്കും പരാതിയില്ല. കോൺഗ്രസ് ഓഫീസിൽ നിന്ന് വന്ന് പറയുമ്പോൾ ആ ഒരു അർത്ഥത്തിൽ പറഞ്ഞ് അത്ര മാത്രമേ കാണേണ്ടു.